ഈ കേരളത്തിലെ ജനങ്ങൾ വലിയ ആശങ്കയോടെ കാണുന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെയും നാം അത് കണ്ടിരുന്നു, ഇന്നും കണ്ടു. ഇതിനൊരു അവസാനമല്ലേ? കാരണം മാധ്യമങ്ങൾക്ക് അവരുടെ അവകാശമുണ്ട്, മന്ത്രിക്ക് മന്ത്രിയുടെ അവകാശമുണ്ട്, രണ്ടുപേരെയും പൊതുജനങ്ങൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം ഇതെങ്ങനെയായിരിക്കും അവസാനിക്കുക? ശ്രീജിത്തയിലെ അമ്മ ഒരു കുട്ടിയെ ഒരു തല്ല് കൊടുക്കുമ്പം അയ്യോ അമ്മ എന്താ മിണ്ടാത്ത എന്ന് പിന്നെയും പോയി ഒരു അമ്മയെ ഇറിറ്റേറ്റ് ചെയ്യുമ്പം പിന്നെ ഈ ഒരമ്മ എന്തായിരിക്കും ചെയ്യുന്നത്? ഒന്നീ മിണ്ടാതിരിക്കും, അല്ലെ കുഞ്ഞെ നീ നിന്റെ ജോലി നോക്ക് എന്ന് പറയും. അപ്പോൾ ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് ഈ ഒരു മുൻപും പ്രശ്നങ്ങളും എല്ലാം വലിയ ഗൗരവമേറിയ ചർച്ചകളൊക്കെ ചെയ്ത് വന്നിറങ്ങിയപ്പോഴായിരുന്നു മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ അടുക്കലേക്ക് പോവുകയും അദ്ദേഹം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഈ പറഞ്ഞതുപോലെ മധ്യപ്രദേശിലെ ജബൽപൂരിലുണ്ടായ സംഭവത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു. വീണ്ടും എനിക്ക് തോന്നുന്നു കൈരളി ചാനലിലെ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് ഒന്നുകൂടി കുത്താൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം. അതെന്താ താല്പര്യമില്ലാത്ത? എനിക്ക് ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണ്. ഏത് മാധ്യമം? എനിക്ക് ജനങ്ങളാണ് വലുത്. കാരണം അദ്ദേഹത്തിന് ജനങ്ങളാണ് വോട്ട് ചെയ്ത് വിട്ടത്, അല്ലാതെ ഈ മാധ്യമങ്ങളല്ല. മുൻപ് തന്നെ ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ മനഃപൂർവ്വം പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. അല്ല, അന്ന് തലോടിയാലും പ്രശ്നം, തല്ലിയാലും പ്രശ്നം, പ്രവർത്തകരെ കടന്നു പിടിച്ചു എന്നുള്ളത്. അന്ന് തലോടി സമാധാനത്തിൽ പറഞ്ഞാലും പ്രശ്നം, സുരേഷ് ഗോപി ചീത്ത വിളിച്ചാലും പ്രശ്നം, അല്ലെങ്കിൽ രൂക്ഷമായിട്ട് പരാമർശിച്ചാലും പ്രശ്നം. അല്ല, അദ്ദേഹത്തിന് ഇപ്പം കരയിലും അല്ല വെള്ളത്തിലും അല്ലാത്ത സ്ഥിതിയിൽ പുള്ളി ഇങ്ങനെ ഏറി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ. ഇന്നലെ തന്നെ റിപ്പോർട്ടർ ഇങ്ങനെ ചോദിച്ചു, പിന്നീടും അദ്ദേഹം അതിന് ആൻസർ പറയും. ഇത്രയും പറഞ്ഞിട്ടും പറയുന്നുണ്ട് ജബൽപൂരിലെ സംഗതി അത് അവിടുത്തെ നേതാക്കൾ അല്ലെങ്കിൽ അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് കേസുമായി പോകുന്നുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം കയറാൻ പോയപ്പോൾ തിരിച്ചെന്ന് ചോദിക്കുന്നു ഏതാണ് ചാനൽ ഏതാന്ന് പറഞ്ഞാൽ ഓക്കെ ബ്രിട്ടാസിന്റെ വീട്ടിൽ വെച്ചേക്ക് എന്ന് കുറുക്കിക്കൊള്ളുന്ന തരത്തിലുള്ള ഉത്തരം അദ്ദേഹം പറയുകയും തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷെ ഇന്നലെ അത് KUWJ അസോസിയേഷൻ മാധ്യമ പ്രവർത്തകരുടെ ആ ഒരു സംഘടന അത് ഏറ്റെടുത്ത് മാധ്യമങ്ങൾക്ക് നേരെ സുരേഷ് ഗോപി ഇത് വീണ്ടും അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്കുപുറത്ത് നിന്ന് മാധ്യമങ്ങളോട് മാത്രമല്ല പലതവണ മുഖ്യമന്ത്രിയുടെ ഭാഗത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കരുനീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ എവിടെ പോയിരുന്നു? ഈ സംഘടന എവിടെ പോയിരുന്നു? വീണ ജോർജ് അതോടൊപ്പം തന്നെ നമുക്കറിയാലോ, ഈ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചെന്ന് പറഞ്ഞ് പല മാധ്യമങ്ങളെയും തുടർച്ചയായി വേട്ടയാടുന്നത് കണ്ടിട്ടുണ്ട് ഉൾപ്പെടെ. മാത്രമല്ല വീണ ജോർജ്, എനിക്ക് തോന്നിയ ആശാപ്രവർത്തകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ ജോർജിന്റെ അടുത്ത് ഏഷ്യാനെറ്റ് ചെന്നപ്പോൾ അവരത് തെറ്റായിട്ട് സന്ദേശം കൊടുത്തു എന്നതിന്റെ പേരിൽ നിങ്ങൾ ഏഷ്യാനെറ്റ് അല്ലേ, ഏഷ്യാനെറ്റ് കുറെ നാളായി എന്നെ ചാർജ്, ഏഷ്യാനെറ്റിന് കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല, എനിക്ക് എൻ്റെ മാധ്യമത്തിലൂടെയാണ് ഞാൻ കൊടുക്കുന്നത്. അതേ വാർത്ത തന്നെ സുരേഷ് ഗോപി മറ്റൊരു തരത്തിൽ പറഞ്ഞു, എന്ത് മാധ്യമം, എനിക്ക് ജനങ്ങളാണ് വലുത്. ഇത് രണ്ടും വ്യത്യാസമല്ല. രാഷ്ട്രീയ പ്രവർത്തകർ ഇത് അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ചില അവർക്ക് യോജിക്കാത്ത രീതികളിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെന്ത് ചെയ്യും? ആക്രോശിക്കാല്ലേ, അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ അങ്ങോട്ട് ചൂണ്ടയിടാൻ ചെന്നാൽ അവർ തിരിച്ച് പ്രതികരിക്കും, സ്വാഭാവികമാണ്. അത് സുരേഷ് ഗോപി എന്നല്ല, എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുള്ള മിക്ക രാഷ്ട്രീയ പ്രവർത്തകരുടെ വായിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയെ മാത്രം എന്താണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള അറിഞ്ഞുകൂടാ. ഇന്നലെ ഇത്തരത്തിൽ സംഭവം നടന്നു. കാരണം ഈ മാധ്യമങ്ങളുടെ ഒരു തലവനായി ഇരുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ബ്രിട്ടാസ്, കൈരളിയിൽ ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നു, പിന്നീട് കൈരളിയിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹം ഈ പാർലമെന്റിൽ തന്നെ, രാജ്യസഭയിൽ തന്നെ തുറന്നു പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, കഴിഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് തിരുത്തുമെന്ന് തന്നെ തുറന്നു പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ ശിഷ്യന്മാർ തന്നെ, ഈ കൂലിപ്പണിക്കാർ തന്നെയാണോ ഈ സുരേഷ് ഗോപി ഇത്തരം മാത്രം നമുക്കറിയാം. മുൻപം വിഷയം ഈ പറഞ്ഞത് വഖഫ് ബില്ല് ഭേദഗതി പാസ്സായതോടുകൂടി നമ്മുടെ മലയാളി ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മാത്രമല്ല മുസ്ലിം വിഭാഗങ്ങളും വലിയൊരു ആഘോഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആഘോഷത്തിൽ സമരത്തിലിരുന്ന 50-ലധികം പേർ തന്നെ BJP-യിൽ ചേരുന്നു. ഒരു കാലത്ത് BJP-യെ ആ ഏരിയയിലേക്ക് പോലും അടുപ്പിക്കാത്ത ജനങ്ങളാണ്. ഇതൊന്നും അവർക്ക് അത്ര അങ്ങോട്ട് രസിക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ ബ്രിട്ടാസ് രാജ്യസഭയിൽ മുന്ന എന്ന് വിളിച്ചത് ആരെയാണ്? മുന്ന എന്ന് ആ ഒരു വില്ലൻ കഥാപാത്രത്തിനോടൊപ്പം ചേർത്ത് നിർത്തി BJP-യിലെ ഏത് മന്ത്രിയാണ്, ഏത് നേതാവിനെയാണ് അദ്ദേഹം അങ്ങനെ വിളിച്ചത്? അത് എന്തുമാത്രം ആക്ഷേപമാണ്. അദ്ദേഹമാണ് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ അദ്ദേഹത്തിന് ഇങ്ങനെ ആക്ഷൻസ് ഒക്കെ ഉള്ളൂ, ഒരു വല്ലാത്ത രീതിയിൽ. അദ്ദേഹം എന്തൊക്കെയാണ് വാക്കുകൾ ഉരുവിടുന്നത്, അദ്ദേഹം എന്തെല്ലാം തെറ്റായ വാക്കുകളാണ്. സുരേഷ് ഗോപിയുടെ ആക്ഷൻ അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇന്നലെ എനിക്കൊന്ന് സംവിധായകൻ ഫാസിലാണെന്ന്, അദ്ദേഹം സുരേഷ് ഗോപിയെ പറ്റി പറയുന്ന ഒരു
കാര്യമുണ്ട്. ഈ പറഞ്ഞ മറ്റേ ശോഭനയും മോഹൻലാലും ഒക്കെ അഭിനയിച്ച മണിച്ചിത്രത്താഴ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, അതിലെ നകുലൻ എന്ന കഥാപാത്രം ഉള്ളതുകൊണ്ടാണ് അത്രയും എക്സാജറേറ്റ് ചെയ്ത് അത്രയും ഇതാക്കി ശോഭനയും മോഹൻലാലിനെയും അവതരിപ്പിക്കാൻ പറ്റിയത് എന്നുള്ളത്, നകുലന്റെ ആ ഒരു സൈലൻസ്. അപ്പം മാത്രമല്ല സുരേഷ് ഗോപിയെ പറ്റി മറ്റുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അദ്ദേഹം ഒരു സ്വാഭാവിക നാച്ചുറൽ ആക്ടിങ് ആണ്, അദ്ദേഹം പ്രത്യേകിച്ച് അഭിനയിക്കുകയല്ല, അദ്ദേഹം എങ്ങനെയാണോ അത് തന്നെയാണ് സിനിമയിൽ. അത് കണ്ടതാണ് ഈ മലയാളികൾക്ക് ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വാഭാവിക സംഭാഷണമാണ്, അദ്ദേഹത്തിന്റെ വീട്ടിലും അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ പുറത്ത്. ഇത് മലയാള സിനിമയിൽ കണ്ടതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവർക്കൊക്കെ ഇത് അദ്ദേഹം അഭിനയിക്കുവാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. ശരിക്കും അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അദ്ദേഹം അത് കുറച്ചുകൂടി പ്രകടിപ്പിക്കുകയല്ല, അദ്ദേഹത്തിന്റെ നേച്ചർ എങ്ങനെയാണ്, ഒരു സ്വാഭാവിക നടനാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചുള്ള മേക്കിംഗ് ഇല്ല അതിൽ. ഒരു പക്ഷേ നമുക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ അദ്ദേഹത്തിന്റെ അവരുടെയൊക്കെ സ്വഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഈ അഭിനയങ്ങൾ കാണാം. പക്ഷെ സുരേഷ് ഗോപി അങ്ങനെയല്ല. സുരേഷ് ഗോപി എങ്ങനെയാണോ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പടങ്ങളിലും. അപ്പോൾ ഇതൊക്കെ ഇവർക്കൊരു വലിയ ഇതായിട്ട് തോന്നും. അപ്പോൾ ഇന്നലെ ആക്രോശം ഇങ്ങനെയൊക്കെ കൈയൊക്കെ എടുത്ത് കാണിക്കുന്നതൊക്കെ ഇവർക്ക് എന്തോ ഒരു സുരേഷ് ഗോപി ഇപ്പോഴും ആ സിനിമ മേഖല ആക്ടിങ്ങിൽ നിന്നും താഴോട്ട് ഇറങ്ങി വന്നിട്ടില്ല, നടനിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തകനായിട്ടില്ല എന്നുള്ള രീതി. അതൊന്നുമല്ല, അദ്ദേഹം തനി രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ കരുക്കൾ നീക്കാൻ അറിയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്, തൃശ്ശൂരിലെ അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഇന്നലത്തെ ആ സംഭവം കഴിഞ്ഞു. ഇന്ന് വീണ്ടും അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 1-2 മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പുറകെ വന്നിട്ട് സാർ പറയൂ, നിങ്ങൾക്ക് എന്തോ ഇതായിട്ടാണോ, നിങ്ങൾക്ക് എന്തോ വിഷമം ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ ഇതായിട്ടാണോ നിങ്ങൾ മറുപടി പറയാത്തത്, പറയൂ സാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. പക്ഷേ ഗസ്റ്റ് ഹൗസിലുള്ളവർ ഇവരെല്ലാം പിടിച്ച് പുറത്താക്കി, കടക്ക് പുറത്തെന്നുള്ള രീതി. ഇതിപ്പോൾ വലിയ രീതിയിൽ അങ്ങ് വീണ്ടും ചർച്ചാ വിഷയമാണ്. അദ്ദേഹം മിണ്ടാതെ ഇരുന്നാലും പ്രശ്നം, മിണ്ടിയാലും പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ ഒരാൾ, എൻ്റെ പുറകിൽ ഒരാൾ വന്നേരം ഞാൻ തിരിച്ച് നല്ല ഒരെണ്ണം കൊടുക്കും. അതാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പ്രൈവസിയിലോട്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെ അങ്ങേയറ്റം പ്രൈവസിയിലോട്ട് കടന്നു കയറാൻ പറ്റും. അവർ മാധ്യമങ്ങളെ വിളിക്കും, എനിക്ക് ഇന്നത് പറയാനുണ്ട്, അപ്പോഴും കയറി ചെല്ലണം. അല്ലാതെ ഇവർ വരുന്നതും പോകുന്നതും അത് സ്ഥിരമുള്ള, ഇപ്പോൾ യൂട്യൂബ് ചാനൽസിനാലും സ്ഥിരമുള്ള ഒരു കാര്യം തന്നെയാണ്. വരുന്നതും പോകുന്നതും കാത്തിരിക്കും ഒരു മൈക്ക് കൊടുത്തുകൊണ്ട് ചെല്ലാനും. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടായിരിക്കുക, എല്ലാവർക്കും അതൊരു ഇറിറ്റേഷൻ ആയിരിക്കും. നമുക്ക് തന്നെ അറിയാം, സുരേഷ് ഗോപി ഇപ്പം ഇവരുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മാത്രമല്ല അയാളുടെ ജോലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജോലി, ഒരുപാട് ജോലികൾ അദ്ദേഹത്തിനുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും തൃശ്ശൂരിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ പറഞ്ഞതുപോലെ BJPയുടെ അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് രാജ്യത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ മയക്കം തൂക്കിയിരിക്കുന്നവർക്ക് മറുപടി പറയാനൊന്നും അദ്ദേഹത്തിന് പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് മാധ്യമ പ്രവർത്തകരാണ്. അവരിങ്ങനെ കൊല്ലം തൂക്കി ഇദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടിയാൽ അവർക്ക് റീച്ച് കിട്ടുമല്ലോ. ഈ റീച്ചിന് വേണ്ടി എന്തും ചെയ്യാന്നുള്ള ഒരു പ്രവർത്തനം മാറ്റിവെക്കും. ഇപ്പൊ സംഘടന KUWG അങ്ങനത്തെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിണറായിക്കെതിരെയും വീണ ജോർജിനെതിരെയും മറ്റുള്ള ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം വേണ്ടി അവർ ചൂണ്ടട്ടെ. മാധ്യമ പ്രവർത്തകർക്ക് നേരെ എന്തെല്ലാം ആക്രോശങ്ങൾ ഇവരെല്ലാം ചെയ്തിട്ടുണ്ട്, അവർക്ക് നേരെ അവർ ആദ്യം വിരൽ ചൂണ്ടട്ടെ, എന്നിട്ട് സുരേഷ് ഗോപിയിലോട്ട് വരട്ടെ. സുരേഷ് ഗോപി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നേരെയും വിരൽ ചൂണ്ടണം. അതിനു മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി കടക്ക് പുറത്തെന്ന് പറഞ്ഞല്ലോ, അല്ലെ വീണ ജോർജ് 2 ആഴ്ച മുമ്പ് ഏഷ്യാനെറ്റിനെതിരെ ആക്രോശിച്ചല്ലോ. ഇതെല്ലാം എടുക്കട്ടെ. ഒരു മാധ്യമ സംഘടന ഒരു രാഷ്ട്രീയ നേതാവിനെ മാത്രം എന്തിനാണ് ചൂണ്ടുന്നത്? അത് പാടില്ല. എല്ലാവരും, ആരൊക്കെയാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്, അതിനെതിരെ ആ സംഘടന പ്രതികരിക്കട്ടെ. അപ്പോൾ ഒരു തീരുമാനമാവും. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തിനും നേരെയുള്ള ഒരു കടന്നുകയറ്റമാകരുത്. ഇല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിടത്താണ് ഇപ്പോൾ EDയും മറ്റേ ഇൻകം ടാക്സും ഒക്കെ കയറി ഇറങ്ങുന്നത്. അതുപോലെ മാധ്യമ സ്വാതന്ത്ര്യം, മാധ്യമ പ്രവർത്തകർ ഒരാളുടെ പേഴ്സണൽ, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ പോകും. ഇപ്പം നമുക്ക് കിട്ടേണ്ടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു സിനിമാക്കാരനെയൊക്കെ അവർ പറയും ഞാൻ കംഫർട്ടബിൾ ആണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയത്തെ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റും. അല്ലാത്ത പോകുന്നേയും വരുന്നേയും വഴിയിലെല്ലാം ചെന്ന് മയക്കം പിടിച്ചുകൊണ്ട് നിന്നാൽ പിന്നെ ഇദ്ദേഹം ഇതിനപ്പുറം പെരുമാറിയെന്നിരിക്കും. മാത്രമല്ല അദ്ദേഹം ഇന്നലെ തന്നെ പറയേണ്ടുന്ന കാര്യങ്ങളെല്ലാം വിശദമായി അദ്ദേഹം പറയും. എന്നിട്ടാണ് വീണ്ടും കുരുക്കൂത്തുന്ന ചോദ്യം. മധ്യപ്രദേശിൽ നടക്കുന്ന അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. ഇനി അദ്ദേഹം അത് പറയാനുള്ള ഇതുണ്ട്, അദ്ദേഹം അത് പറഞ്ഞു. എന്നിട്ടാണ് വീണ്ടും ഒരു കുത്തലും ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി ചോദിച്ചു ഏതാണ് ചാനലിന്. അങ്ങനെയാണ് അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്നിട്ട് അതുപോലെ ഇന്ന് വീണ്ടും പോയേക്കുന്നത് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി, അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമ്മ ആദ്യം ഒരടി കൊടുത്തു, പിന്നെ എന്താ അമ്മയെ മിണ്ടാത്തേ എന്നില്ല കുഞ്ഞു പോയി ചോദിക്കുമ്പോൾ പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്.